നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിക്കാൻ CPM ജില്ലാ ഘടകങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയതോടെ പേരുകളിൽ ഇനിയും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓരോ മണ്ഡലത്തിൽ നിന്ന് 2 പേരുകൾ വീതമാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ച നടന്നെങ്കിലും ഈ മാസം 27-ന് മുൻപ് അന്തിമ ലിസ്റ്റ് നൽകാൻ ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എറണാകുളത്ത് ഇക്കുറിയും പതിവ് പോലെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള പുതുമുഖത്തിനായിരിക്കും CPM സ്ഥാനാർത്ഥിത്വം നൽകുക. ഇതിനായി മുൻ കേന്ദ്ര മന്ത്രിയും സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ KV തോമസിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരിന് പ്രഥമ പരിഗണന നൽകും. മുൻകാലങ്ങളിൽ പാർട്ടി എറണാകുളത്തേക്ക് കണ്ടെത്തിയ സ്ഥാനാർത്ഥികളിൽ പലരും തീർത്തും പുതുമുഖങ്ങളായിരുന്നതിനാൽ വേണ്ടത്ര വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. KV തോമസിന്റെ മകൾ രേഖ തോമസിന്റെ പേരും ഇതിനിടെ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന രീതിയാണ് CPM ഏറെക്കാലമായിട്ട് പുലർത്തുന്നത്. ലോക്സഭയിലും നിയമസഭയിലും കാലാകാലങ്ങളിൽ പാർട്ടി കണ്ടെത്തിയവർ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്, ഡോക്ടർ ജേക്കബ്, ഡോക്ടർ ജോ ജോസഫ് എന്നിവരെ രംഗത്തിറക്കിയായിരുന്നു പരീക്ഷണം. ഇക്കുറിയും അതിന് മാറ്റം വരുത്താൻ സാധ്യതയില്ല. ഏറെ സാധ്യത കാണുന്നത് KV തോമസിന്റെ പുത്രിയെ തന്നെ രംഗത്തിറക്കാനായിരിക്കും.